ഗ്രീൻ സിവിൽ സ്റ്റേഷൻ ക്ലീൻ സിവിൽ സ്റ്റേഷൻ എന്ന നൂതന പദ്ധതിയുമായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തുടർ പരിപാലനം കൂടി ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി വകുപ്പ് മേധാവികളുടെ ജില്ലാതല യോഗവും വിളിച്ചു ചേർത്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. വിദ്യാനഗറിൽ സ്ഥിതി ചെയ്യുന്ന സിവിൽ സ്റ്റേഷനിലെ മാലിന്യ നിക്ഷേപം സംബന്ധിച്ച് ഇതിനകം തന്നെ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായ ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ എന്നിവ പഠനം നടത്തിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പ്ലാന്റേഷൻ ചെയ്യുന്നതിനും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുമാണ് നിലവിലെ പദ്ധതി. ചെങ്കള ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് ശുചിത്വ മിഷന്റെ ഗോവർദ്ധൻ പദ്ധതി നടപ്പിലാക്കുന്നതിനും ലക്ഷ്യമിടുന്നു. ഇതേ പഞ്ചായത്തുമായി ചേർന്ന് പരിശീലന ബോധവൽക്കരണ പരിപാടികൾ നടപ്പിലാക്കുന്നതിനും ധാരണയായി. സിവിൽ സ്റ്റേഷനിലെ വിവിധ ബ്ലോക്കുകളിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും മാലിന്യ പരിപാലനത്തിനുമുള്ളതാണ് പദ്ധതി. സിവിൽ സ്റ്റേഷൻ ക്യാമ്പസ് കാട് കയറി നശിക്കുന്നതിനു പകരം നിലവിലുള്ള മരങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം പുതിയ വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. കളക്ടറേറ്റ്, ഗ്യാരേജ് ബിൽഡിംഗ്, കളക്ടറേറ്റ്, ക്യാൻറ്റീൻ, ബേബി കെയർ സെന്റർ, അക്ഷര ലൈബ്രറി, മെറ്റീരിയൽസ് കളക്ഷൻ ഫെസിലിറ്റി സെന്റർ, കോൺഫറൻസ് ഹാൾ, ജില്ലാ ട്രഷറി, RT ഓഫീസ്, DPC സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ്, ജില്ലാ പഞ്ചായത്ത് എന്നീ സ്ഥലങ്ങളിൽ ബ്ലോക്ക് പ്ലാന്റേഷൻ ചെയ്യുന്നതിനും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. സിവിൽ സ്റ്റേഷൻ ജില്ലാ പഞ്ചായത്തിന് നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലെങ്കിലും ശുചീകരണത്തിൽ പുതിയ മാതൃക സൃഷ്ടിക്കുന്ന പദ്ധതിയാണിത്. പദ്ധതിയുടെ നടത്തിപ്പും തുടർ പരിപാലനവും മുൻനിർത്തി തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത ജില്ലാതല യോഗത്തിൽ വിവിധ വകുപ്പുകളുടെ മേധാവികളും പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.